ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് വിറ്റമിൻ ഡി, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത് കിട്ടുന്നത്, അത് വിറ്റമിൻ ഡി കുറവ് അതിൻ്റെ അഭാവം മൂലം എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അത് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി വിറ്റമിൻ ഡി എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ്. നമുക്ക് ശരിയായ രീതിയിൽ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതുവഴി നമ്മുടെ എല്ലുകളുടെ ബലം, എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും, അത് മാത്രമല്ല നമ്മുടെ മസിൽ സ്ട്രെങ്ത്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇതിനൊക്കെ കാൽസ്യം അല്ലെങ്കിൽ വിറ്റമിൻ ഡി എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. വിറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ, വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായും നല്ല ക്ഷീണമുണ്ടാകും, ബോഡി പെയിൻ ഉണ്ടാകും, നമ്മുടെ മസിൽസിനും എല്ലുകൾക്കും വേദന ഉണ്ടാകും, സന്ധിവേദന ഉണ്ടാകും, മുടികൊഴിച്ചിൽ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഇത് പ്രതിരോധ ശേഷിക്ക് വളരെ അത്യാവശ്യമായ ഘടകമായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് രോഗങ്ങൾ, ഇൻഫെക്ഷൻസ് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്രഷൻ പോലുള്ള, വിഷാദം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എങ്ങനെയാണ് നമുക്ക് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും. വിറ്റമിൻ ഡിയുടെ പ്രധാന ഉറവിടം എന്നുള്ളത് മറ്റൊന്നുമല്ല, സൂര്യപ്രകാശം തന്നെയാണ്. ഒരു ദിവസം 15 മുതൽ 30 മിനിറ്റ് നേരം നമുക്ക് സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റമിൻ ഡി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സോഴ്സ് എന്നുള്ളത് ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. മത്തി, അയല, സാൽമൺ പോലുള്ള മീനുകൾ, കൊഴുപ്പടങ്ങിയിട്ടുള്ള മീനുകൾ കഴിക്കുന്നതിലൂടെ നമുക്ക് വിറ്റമിൻ ഡി ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഇതിന് വളരെ നല്ലതാണ്. വളരെ അധികം വിറ്റമിൻ ഡി അടങ്ങിയ ഒരു ഭക്ഷണമാണ് മുട്ടയുടെ മഞ്ഞ എന്നുള്ളത്. ഇനി ഇതിലൊന്നും കിട്ടാത്ത സാഹചര്യമാണ് എങ്കിൽ നമുക്ക് ഇതിനെ സപ്ലിമെന്റ് കഴിച്ചുകൊണ്ടും നമുക്ക് വിറ്റമിൻ ഡി കൂട്ടാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും ഇതുപോലെ കിട്ടിക്കോളണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും, സൂര്യപ്രകാശം ഉണ്ടെങ്കിലും ഭക്ഷണത്തിലൂടെ കഴിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വിറ്റമിൻ ഡി കിട്ടാതെയും വരാം. അത് എന്തൊക്കെ സാഹചര്യങ്ങളാണ് നമുക്ക് നോക്കാം. വിറ്റമിൻ ഡി കുറയാൻ സാധ്യതയുള്ള, വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറഞ്ഞു വരാൻ സാധ്യതയുള്ള ആളുകളാണ് പ്രായമുള്ള ആളുകൾ. പ്രായം കൂടുന്തോറും നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് ആ വിറ്റമിൻ ഡി ആക്കി മാറ്റാനുള്ള ആ ഒരു ക്വാളിറ്റി നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രായമുള്ള ആളുകൾക്ക് സൂര്യപ്രകാശം കുറച്ച് അത്യാവശ്യത്തിന് കിട്ടിയാൽ പോലും വിറ്റമിൻ ഡിയുടെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇരുണ്ട നിറമുള്ള ആളുകൾക്കും സ്വാഭാവികമായിട്ടും മെലാനിൻ പ്രൊഡക്ഷൻ കാരണമായിട്ട് ഈ ഒരു വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട്, സൂര്യപ്രകാശം കിട്ടിയാലും ഈ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പൊണ്ണത്തടിയുള്ള ആളുകൾ, ശരീരഭാരമുള്ള ആളുകൾ, ചില ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ, അവർക്ക് ഭക്ഷണത്തിലൂടെയും മറ്റും വിറ്റമിൻ ഡി കിട്ടിയാൽ പോലും അത് വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ കുടലുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലേക്ക് പറ്റാതെ വരുന്ന അസുഖങ്ങൾ ഉള്ള ആളുകൾക്കും ഇത്തരം അസുഖങ്ങളുള്ള ആളുകൾക്ക് ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി വിറ്റമിൻ ഡെഫിഷ്യൻസിയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വിറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ രക്തത്തിൽ അതിൻ്റെ അളവ് കുറവുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് സപ്ലിമെൻറ്റ് കഴിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ സപ്ലിമെൻറ്റ് കഴിക്കേണ്ട, നിങ്ങൾ വെയിൽ കൊണ്ടാൽ മതി എന്ന് തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ധാരാളം മതിയാവും. പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ സപ്ലിമെൻറ്റ് കഴിക്കുകയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.